വാസവൻ മന്ത്രി അറിയാത്തവരാരുമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടാണ് ഈ ഒരു കാര്യം സംഭവിക്കുകയൊക്കെ ചെയ്തത്. അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ജസ്മോളുടെ അച്ഛൻ അദ്ദേഹത്തിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ കുറച്ച് അഭിപ്രായമാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. എന്തിന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കേരളം സംസാരിക്കുന്നത്, അതായത് ഈ ഒരു 15ാമത്തെ അങ്ങനെ ദിവസമാണ്. ഈ 15 ദിവസത്തിൽ ഏറ്റവും വലിയൊരു സംഭവമാണ് കേരളത്തിൽ തന്നെ ഉണ്ടായത്. അതിനുശേഷമാണ് വിജയകുമാറിൻ്റെ കേസും കോട്ടയത്ത് വരുന്നത്. ഒരു പെണ്ണും 2 കുട്ടികളുമാണ് ജീവനൊടുക്കിയത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ്. അപ്പം എനിക്കറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ജില്ലയിൽ ഒരുത്തനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, ഒരു മഹാനായ വ്യക്തി. TR രഘുനാഥനെ പോലൊരു വ്യക്തിയാണ്. അത് ഈ പറയുന്ന ജിമ്മിയുടെ കുടുംബമായിട്ട് അടുത്ത ബന്ധമാണ്. ജിമ്മിയുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്ററോളം പോയാൽ മതി. പാറക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെങ്ങാണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെ. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെ നിർത്തിയ ഏത് വ്യക്തിയാണ് ഈ പറയുന്ന ഇപ്പം കണ്ട നമ്മൾ മഹത്തായ വ്യക്തി വാസവൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് കൊണ്ട് നിർത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന ജിമ്മിയുടെ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യുമോ അതോ കോൺഗ്രസ്സുകാരിയായ ഈ പറയുന്ന ജസ്മോളുടെ ആർക്ക് സപ്പോർട്ട് ചെയ്യുമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഉദ്യോഗം, കാരണം എന്ന് വെച്ചാൽ ജിമ്മിയുടെ ഫാമിലിക്ക് നല്ല ഹോൾഡ് ഉണ്ട്, അത്യാവശ്യം പ്രമാണി കുടുംബമാണ്. ഇവർ വിചാരിച്ചാൽ തന്നെ ഒരുപാട് വോട്ടും കാര്യങ്ങളൊക്കെ മറിക്കാനും ഒക്കെ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ഇപ്പം ഒരു ഇലക്ഷൻ നടക്കുവാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ, ഓക്കെ, ഞാൻ ഡാനി സത്യൻ എന്ന് പറഞ്ഞ വ്യക്തി, ഇതിന് കാര്യമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്, അവൻ വിചാരിച്ച് ഇത്ര പിള്ളേരെ കിട്ടും ആണല്ലോ, അതേ അവർ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ ഇതെലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ ഈ കേസ് അങ്ങ് ഓടിക്കും. ഇത് ഇത്രയും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ 15 ദിവസമായിട്ട് പോലും ഒരു ആക്ഷനും ഒന്നും ഒരു ചുക്കും എടുത്തില്ലെങ്കിൽ പിന്നെ ഇത് ആരായിരിക്കും ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നത്? നല്ല ഹോൾഡും കാര്യങ്ങളും ഉണ്ട്. ഈ പറയുന്നത് എന്താ പറയണ്ടേ, ഈ കള്ളൻ്റെ താക്കോലേൽപ്പിക്കുക എന്ന് പറയത്തില്ലേ, അതുപോലെ എന്നിട്ടാണ് തോന്നി കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇയാളെ ഏൽപ്പിച്ച ഒരാളാണ് ഈ പറയുന്നത് രഘുനാഥൻ എന്ന് പറയുന്ന ഒരു നേതാവ് CPM-ൻ്റെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രയും വലിയൊരു ജാഥ നടന്ന സമയത്ത് പോലും ഈ അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി ഒന്ന് പോകാം. എന്തുകൊണ്ട് പോയില്ല? അതുപോട്ടെ, മകളുടെ ഒരു പ്രശ്നം വന്നിട്ട് പോലും അച്ഛനെല്ലാം സോൾവ് ചെയ്യാനേ നോക്കിയിട്ടുള്ളായിരുന്നു. പിന്നെ ഇടയ്ക്കില്ല തന്ത വൈ അടിക്കുന്ന പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അച്ഛൻ മതി, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും. അങ്ങനെ അച്ഛനോട് ചില കാര്യങ്ങളൊക്കെ പറയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജസ്മോളുടെ കാര്യം എടുത്ത് പറയാനാണെങ്കിൽ അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം അവർക്ക് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പോകണം. കാരണം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു നേരത്തെ. ഈ എല്ലാവർക്കും ഈ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നത്. ആ വ്യക്തിക്ക് കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ ഓക്കെ, അത് നാട്ടുകാരറിഞ്ഞ നാണക്കേട് കൊണ്ട് അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ അവരുടെ നാട്ടിൽ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതൊന്ന് വായിക്കാവേ. കൊലയാളി ജിമ്മി ഉടൻ അറസ്റ്റ് ചെയ്യുക. വേലക്കാരി മോളിയെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുക. കൊലയാളികളെ സംരക്ഷിക്കുന്നവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക. ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കാൻ ഒന്നായി പോരാടാം എന്നും പറഞ്ഞ് കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ അവിടുത്തെ നാട്ടുകാർ നോട്ടീസും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു നോട്ടീസ് ആക്ച്വലി വലിയൊരു നോട്ടീസാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് സൈഡിൽ വെച്ചിട്ട് അതിനകത്ത് മെയിൻ പോയിന്റ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകാം. അതായത് ജിസ്മോൾ, അതായത് ഹാർപ്പിക്ക് ലോഷൻ കഴിച്ച് അവശയായ ജിസ്മോൾ, അതിനുശേഷം അവർ ഈ 4-1 വയസ്സുള്ള കൊച്ചുമായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൈ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇവിടെ റെഡ് മാർക്ക് കൊടുത്തേക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ജോലിക്കാരിയുടെ കാര്യമാണ് ഈ പറയുന്നത്. അതായത് അവിടുത്തെ ജോലിക്കാരുടെ വോയിസും കാര്യങ്ങളും എല്ലാം നമ്മളെല്ലാവരും കേട്ടതാണല്ലോ. ആ വോയിസിൽ തന്നെ പല കാര്യങ്ങളും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പറയുന്ന എന്താ പറയണ്ടേ, ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജോലിക്കാർ കണ്ടെയാണ് ഈ പറഞ്ഞ ജസ്മോൾ ഇറങ്ങി വീട്ടിലോട്ട് ഓടിപ്പോകുന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞോട് ജിമ്മി ഏതാണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ വേലക്കാരി നല്ല രീതിയിൽ ചോദ്യം, എല്ലാവരും വേലക്കാരിയാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പെൺകുട്ടി മരിച്ച സമയത്ത് അടക്കത്തിന് പോലും അവിടെ പോയിട്ടില്ല ഈ ജോലിക്കാരി. എന്തുകൊണ്ട് പോയില്ല? അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജോലിക്കാരെ പിടിച്ചിട്ട് ചോദ്യം ചെയ്താൽ ഒരുപാട് കാര്യം അറിയാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാനാ? കേസ് കൊടുത്തില്ല, ഒരു കോപ്പ് കൊടുത്തില്ല, പച്ചക്ക് പറഞ്ഞാല. ഓക്കെ, എന്നാലും എനിക്ക് കുരങ്ങൻ്റെ പൂമാല കൊടുത്തതായിട്ടാണ് തുടക്കം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് തപ്പിപ്പിടിച്ച് പറയുമ്പോൾ ഫേക്കാണ്, അതാണ് മറ്റാണ്, മാടയാണ്, കോടയാണ്, ചക്കയാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നവരോട് ഒരു കാര്യം പറയാം. നമ്മളെ വിശ്വസിച്ച് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നീതി പുലർത്തുന്നുണ്ട്. പിന്നെ മിസ്ലീഡിങ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊന്നും ആരും കാണത്തില്ല. അത് ഇതുപോലെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്ത് മിസ്ലീഡിങ് കൊടുത്താലും നിങ്ങൾ കാണാത്ത കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മുടെ ചാനലിൽ വരുന്നത്. അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി അടുത്തതായിട്ട് നാട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഇത്രയും മഴയത്ത് പോലും നമ്മൾ നടന്നിവിടം വരെ എത്തി. ഈ നീതി നമുക്ക് എങ്ങനെയും കിട്ടണം. അപ്പോൾ നമുക്ക് അതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇപ്പോൾ എനിക്ക് എങ്ങനെയായാലും ആ കുഞ്ഞുങ്ങളുടെ മോഹം പോലും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത് എങ്ങനെയായാലും ഇതിന്റെ നീതി നമുക്ക് കിട്ടണം. ബാക്കി ഇവർ പറയും. ഈ കേസിൽ അട്ടിമറി നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ സംശയമുണ്ട്. കാശ് കൊടുത്ത് ഒതുക്കുന്നതാണെന്ന് നല്ല രീതിയിൽ സംശയമുണ്ട്. കാരണം ഇതിനെപ്പറ്റി ഒരു തെളിവുമില്ല, ഒന്നുമില്ല. ഒരു CCTV ഫുട്ടേജ് പോലും ഒന്നുമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. എന്താ സംഭവം ആർക്കും അറിയത്തില്ല. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം വെച്ചത്. ഇത് ഇവിടെ കൊണ്ടായാലും നിൽക്കത്തുമില്ല. ഇതായാലും തുടക്കം മാത്രമായിരിക്കും. പിന്നെയും പ്രതിഷേധങ്ങൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് കൊലപാതകമാണ് തോന്നുന്നില്ല. കൊലപാതകമാണ് തോന്നുന്നില്ല. പക്ഷെ എന്നാലും
ഈ ആ ചേച്ചി നല്ല രീതിയിൽ ഗാർഹിക പീഡനം ഇത് ചെയ്തിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്? ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം അവരെല്ലാം പുറമെ ഭയങ്കര നല്ലവരായിട്ട് ജീവിച്ച് നടക്കുന്നവരാണ്. പക്ഷെ വീടിന്റെ അകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. എന്നിട്ടും അപ്പൊ ആ ചേച്ചി പോയത് സൂയിസൈഡ് ചെയ്യണമെങ്കിൽ ആ ചേച്ചി ഒന്നൊരു ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആണ്, മുത്തോലി പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ആയിരുന്നു. ആ ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് അതിന് മാത്രം അവിടെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ആ ഇതിൽ തന്നെ ആയിരിക്കണം. അപ്പൊ അവരതുപോലുള്ള പീഡനം കാര്യങ്ങൾ ആ വീട്ടിൽ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അവരന്ന് ആ പൊട്ടിക്കരഞ്ഞോണ്ട് പോവുകയും നിലവിളിച്ചുകൊണ്ട് വിധിയൊക്കെ ചെയ്യുന്നത്. ആ വീട്ടിൽ സൗന്ദര്യത്തിന്റെ പേരും പറഞ്ഞിട്ടുള്ള ഓരോ കുത്തുവാക്കുകളും, പിന്നെ അതുപോലെ തന്നെ സ്വർണത്തിന്റെ കാര്യങ്ങളും, പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ജിമ്മിയുടെ സഹോദരിയുടെ പേര് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദീപ ജോസഫ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അവരില്ല, എനിക്ക് തോന്നുന്നു അവർ UK പോയെന്ന് ഇങ്ങനെ ഒരു സംസാരം കാര്യങ്ങളും കേൾക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം നൈസായിട്ട് മുങ്ങുകയൊക്കെ ചെയ്ത് കുറേ കഴിയുമ്പം കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാണുകയും ഇതാണ് സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നാട്ടുകാരും പറയണം, അവർക്ക് അറിയണം, സത്യാവസ്ഥ അറിയണം. കൊല്ലലും കൊന്നൊന്നും അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓരോ ആൾക്കാർ പറയുന്നുണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ട്. അതിൻ്റെ എന്താണെന്നൊക്കെ അത് പോലീസുകാർ തന്നെ ഇത് ചെയ്യട്ടെ. ഇത് അറസ്റ്റും ഇല്ല, ഒന്നുമില്ല, ഒരു മാടയില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞ് എങ്ങനെ സമൂഹത്തിന് നമ്മൾ വിശ്വസിച്ചൊരു സ്റ്റേഷനിൽ പോകും? ഇപ്പോൾ കോട്ടയത്ത് നടന്ന 2 വിഷയം, ഷൈനി, ജിസ്മോള്, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ബാക്കിയും കൂടെ വെക്കാം. അവരെ കറക്റ്റായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തിട്ട് അതിന്റെ തെളിവുകൾ എല്ലാം എടുത്തിട്ട് ആ പുള്ളിക്ക് ശിക്ഷ തന്നെ നേടി കൊടുക്കണം. അതിനുവേണ്ടിയുള്ള പ്രതിഷേധമാണ് ഇത്. ജിമ്മെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ എങ്ങനെ ഒരു സ്വഭാവമുള്ള അതിൽ ആരോടൊന്നും മിണ്ടത്തില്ല. പള്ളി വരും, നേരെ തിരിച്ച് വീട്ടിൽ പോകും. ഞങ്ങളോടൊന്നും അങ്ങനെ ആരോടും മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. പള്ളിയിലൊക്കെ ബൈബിളൊക്കെ വായിക്കുന്ന ആളെന്നൊക്കെയാണല്ലോ പറയുന്നത്. പറയാൻ കേട്ടിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരാളാണെന്ന് പറയുന്നത്. സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചേച്ചിനെ കണ്ടിട്ടുണ്ട്. ഈ ചേച്ചി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പാന്ന് തോന്നുന്നു ഞാൻ ചേച്ചിനെ കവല വെച്ച് കണ്ടിട്ടുണ്ട്. അത് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്ന് കണ്ടപ്പോഴൊന്നും അങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായിട്ടൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. ഈ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം ഈ 2 പിള്ളേരെയും വെച്ച് അത്രയും ദൂരത്ത് പോയി ആത്മഹത്യ ചെയ്യാൻ പോകുന്നുണ്ടോ? സാഹചര്യത്തിന്റെ പുറമെ നമുക്ക് തോന്നില്ല. സാഹചര്യത്തിന്റെ അന്നത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ. അപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പലരും പറയുന്നുണ്ട് ചേച്ചി ഇത് തെറ്റാന്നുള്ളത്. പക്ഷെ ചേച്ചി അത്രയും അനുഭവിച്ചിട്ടായിരിക്കും ചേച്ചി ഇപ്പോൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ചേച്ചിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ആ ചേച്ചി അങ്ങനെ ചെയ്യാനുള്ള കാരണക്കാരായാലും അവരെ ശിക്ഷിക്കണം എന്നാണ് നല്ലത് ഞാൻ പറയുന്നത്. ബീന ടീച്ചർ പഠിച്ചിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പഠിപ്പിച്ചപ്പോൾ ആ സമയത്ത് അങ്ങനെ ആ സമയത്താണ് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് എനിക്ക് 24 വയസ്സുണ്ട്. ആ 7ാം ക്ലാസ്സിൽ 10 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പാണ്. ആ സമയത്ത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എങ്ങനെയാണെന്ന് നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ പുറമേ ഉള്ള ഒരാളല്ലല്ലോ അവനെ ചെല്ലുമ്പോഴത്തേക്കുള്ള അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മുടെ പുറമേ നമുക്ക് നമ്മളെല്ലാവരും ഞാൻ ഇവരെക്കാളും ഒരു മൂത്താണ്. പിള്ളേരുടെ കാര്യമാണ് പറയുന്നത്. വീട്ടുകാർ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടും, അങ്ങോട്ട് വെക്കും, വഴക്കും ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പിള്ളേരെന്ത് പിഴയ്ക്കും? അത്രേ ഉള്ളൂ. അവരുടെ ജീവനാണ് പോയത്. ഇപ്പോൾ കൊണ്ടുപോയിട്ട് മന്ത്രിക്ക് അത് കൊടുത്തു, ഇത് കൊടുത്തു, മറ്റേ കൊടുത്തിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതുപോലെ ഇറങ്ങിത്തിരിക്കണം. അല്ല ന്യൂസിൽ വന്നിട്ട് ആദ്യത്തെ 1-2 ദിവസമൊക്കെ പപ്പ പേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കറിയത്തില്ല ഇതെന്താണ്. ഇപ്പോൾ ഇവരുടെ അടുത്തുള്ളവർ തന്നെ 500-600 പേരെ കണ്ട് ചേർന്നൊരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെയും അവർ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഈ ഇടയ്ക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു റാലി സമയത്തൊക്കെ. വേലക്കാരെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. വേലക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ കഴിയും. പക്ഷേ ഇതെന്തുകൊണ്ട് പോലീസ് ഇത് ചെയ്യുന്നില്ല? അതാണ് ഇവിടെ ആരാണ് കളിക്കുന്നത്? അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് എന്തിനാ ഇതേ തന്നെ നാണമില്ലേ, ഇത് കഴിഞ്ഞില്ലേ എന്ന്. ഇതേ ഉള്ളൂ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് കഴിഞ്ഞില്ലേ, ഈ സംഭവം കഴിഞ്ഞില്ലേ? അപ്പോൾ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന നമുക്കൊന്നും വിലയില്ല. നമുക്ക് വേറെ കണ്ടന്റ് ഉണ്ട്, ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട്. പിന്നെ ഇത് സംസാരിക്കുന്നത് എന്തിനാണ്? അതും കൂടെ ചിന്തിക്കുക ആൾക്കാർ. എന്നിട്ട് വന്നിട്ട് ഇരുന്ന് തെറിയോ എന്തെങ്കിലും വിളിക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, ലവ് യു.